Assalamualaikum guys, technics YouTube ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുന്ന ഒരു അൾട്രാ മോഡൽ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ച് Z55 അൾട്രാ എന്നൊരു കിഡിലെ മോഡൽ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ പുതിയൊരു സ്റ്റോക്ക് എത്തിയൊരു മോഡലും കൂടിയാണ്. ഓക്കെ, നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ടുള്ള ഒരു പാക്കിങ്ങിലൊക്കെ വരുന്ന ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഫുൾ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ബോക്സ് പരിചയപ്പെടാം. Z55 അൾട്രാ എന്നൊരു വാച്ചിൽ നമുക്ക് ഒരു ഓറഞ്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 2 വാച്ചിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തീംസ് എന്നുള്ളതിലുള്ള ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്ത്. then ഇതിൽ NFC അവൈലബിൾ ആണ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പോർട്സിൻ്റെ ഒരു കോട്ട്, പിന്നെ വെതർ കിട്ടുന്നുണ്ട്. ഓക്കെ, അൾട്രാ മോഡലല്ലേ. ഓക്കെ, വെതർ ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാണിക്കുന്നുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ സെയിം ഒരു സ്മാർട്ട് വാച്ച് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മറുഭാഗത്ത് നോക്കുകയാണെന്നുണ്ട് ഇതിന് വയർലെസ് ചാർജിങ് ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 49mm ടൈറ്റാനിയം കേസ് അൾട്രാ എന്നൊക്കെ എഴുതിയതായിട്ട് കാണാൻ പറ്റും. സെയിം തന്നെയാണ് നമുക്ക് മറുഭാഗത്തും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അഥവാ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ iOS ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആൻഡ്രോയിഡിലും നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ മെയ്ഡ് ഇൻ ചൈന. ഓക്കെ, ചൈന പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബോക്സിൽ നമുക്ക് പരിചയപ്പെടുത്താനുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. Z55 അൾട്രാ എന്നൊരു യൂസർ മാനിലൊക്കെ ഉണ്ട്. ഓക്കെ, ത്രൂലി വയർലെസ് ചാർജർ ഉണ്ട്. അപ്പോൾ യൂസർ മാനിൽ ഇതിന് ഡിവൈസ്, ഇത്ര 3 കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ യൂസർ മാനിൽ. അഥവാ യൂസർ മാനിൻ്റെ ഒരു യൂസ്ഫുൾ വെച്ചാൽ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ്, അഥവാ നമ്മുടെ വാച്ച് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, സ്ട്രാപ്പ് ഫില്ല് ചെയ്യേണ്ടത്, ചാർജിങ് രീതി, അതിനകത്ത് കണക്ട് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ QR കോഡ്. ഓക്കെ, ചൈനയാണ്, ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂസർ മാനിൽ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ തന്നെയാണ്. ഇപ്പോൾ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യേണ്ട രീതി, ചാർജിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു യൂസർ മാനിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ സ്ട്രാപ്പ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ കൂടെ വരുന്ന ഓഷ്യൻ മോഡൽ സ്ട്രാപ്പ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വളരെ കുറഞ്ഞ ഒരു മോഡൽ സ്മാർട്ട് വാച്ച് ആണെങ്കിലും നമുക്കിതിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി ഓഷ്യൻ മോഡൽ സ്ട്രാപ്പ് ഉൾപ്പെടുത്തി എന്നുള്ളത് നല്ലൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ദെൻ നമുക്ക് ത്രൂലി വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് വരുന്നിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായി, വളരെ മാഗ്നറ്റിക് പവറും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നമ്മുടെ ഡിവൈസ് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഓക്കെ, ഇപ്പോൾ ടോട്ടലി ഇതിന് ഓറഞ്ച് കളർ കേസാണ് മൊത്തത്തിൽ വാച്ച് വരുന്നത്. സ്ട്രാപ്പ് ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Z55 അൾട്രാ എന്ന നമ്മളെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്നൊരു സ്മാർട്ട് വാച്ച്. ഓക്കെ, അപ്പോൾ ഇതിനെ ഫുൾ ഡീറ്റെയിൽഡ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഡിസൈൻ സെയിം ഒരു ആപ്പിൾ വാച്ച് ആയിട്ട് അൾട്രാ ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു അൾട്രാ ഡിസൈനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വന്ന ഒരു മോഡൽ സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് സ്ട്രാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രാപ്പ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീഫിൽ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് നമ്മളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് നമ്മൾ കാണാൻ പറ്റും 49mm എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു നല്ലൊരു സ്മൂത്ത് ആയിട്ട് വരുന്ന നല്ല അടിപൊളി സ്ട്രാപ്പ് തന്നെയാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്ന്. ഓക്കെ, നമുക്ക് എടുത്ത് പറയാനുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി നല്ലൊരു അടിപൊളി ക്വാളിറ്റി വരുന്ന സ്ട്രാപ്പ് തന്നെയാണ് അവർ ഈ ഒരു വാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ഡിവൈസ് കാണാൻ പറ്റും. ഒരു ഏകദേശം ഒരു സെയിം ആപ്പിൾ വാച്ച് അൾട്രാ ഒരു ഡിസൈൻ ഉൾപ്പെടുത്താൻ വളരെ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ സ്ക്രീൻ വരുന്നത്, അഥവാ ഫുൾ സ്ക്രീൻ തന്നെ പറയാം. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പരിചയപ്പെടുത്താം. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ അൾട്രയിൽ വരുന്ന പോലെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ട്. ഇതൊരു നമ്മളെ സ്പീക്കറാണ്. അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ. 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓറഞ്ച് കളറിനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ബട്ടൺ തന്നെയാണ്. ഈ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വെറും ഫേക്കാണ്. ബട്ടണും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷോ എന്നുള്ള നിലയ്ക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സ്ക്രൂവിൻ്റെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഐക്കണ് മാത്രമേ ഉള്ളത്, വർക്കിംഗ് അല്ല. ഓക്കെ, ഇതന്നെ സെൻസറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ LTE IP67 വാട്ടർ പ്രൂഫ് അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ നോർമലായിട്ടുള്ള വാട്ടർ പ്രൂഫ് കിട്ടുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് Z55 അൾട്രാ. വളരെ സിമ്പിൾ പ്രൈസിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയൊരു ബഡ്ജറ്റ്
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു അൾട്രാ മോഡൽ നിങ്ങൾക്ക് പുറത്തിറക്കിയൊരു മോഡലാണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു മെച്ചം തന്നെയാണ്. അപ്പോൾ വാച്ച് ബട്ടൺ ചാർജ് ചെയ്ത് പോയി നല്ല മാഗ്നറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് വാച്ച് നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അതിനായിട്ട് അടിയത്തെ ബട്ടൺ ജസ്റ്റ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, കാണാൻ പറ്റും ഹലോ എന്നാണ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ. അപ്പോൾ അത്യാവശ്യം നോർമലി നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ, ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി. അതുപോലെ തന്നെ തിങ്ങായിട്ട് അല്ല ഫുൾ സ്ക്രീൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാങ്ങിയ വാച്ച് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ റൈസ് ചെയ്ത് നോക്കുമ്പോൾ സമയത്ത് നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് വാച്ച് ഫേസിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ച് ഫേസ്. അപ്പോൾ ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വാച്ച് ഫേസൊക്കെ നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഫുൾ സ്ക്രീനായതുകൊണ്ട് തന്നെ അത്യാവശ്യമല്ല നമ്മളിപ്പോൾ കയ്യിൽ കെട്ടി കഴിഞ്ഞാലൊക്കെ ഒരു നല്ലൊരു ഫീൽ വരുന്നുണ്ട്. ഒരു അൾട്രാ വാച്ച് കയ്യിൽ കെട്ടിയൊരു ഫീൽ വരുന്നുണ്ട്. ഈ മുകളിൽ നിന്ന് അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ, അടിയിൽ നിന്ന് മുകളിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കുറച്ച് കാര്യങ്ങൾ എയറോപ്ലെയിൻ മോഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഡീപ്പ് സെറ്റിങ്സ് വരുന്നിട്ടുണ്ട്. then മ്യൂസിക് കൺട്രോൾ ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഡാർക്ക് മോഡ് എന്നുള്ളൊരു സ്പെഷ്യൽ ഫീച്ചർ തന്നെ നമുക്ക് QR കോഡ് നമ്മുടെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ മെനു സെയിൽസ് ആണ്. മെനു സെയിൽസ് നമുക്ക് ഇതുപോലെ നമുക്ക് 5 മെനു സെയിൽസ് ആണ്. നമുക്ക് ഇതിന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് മെയിൻ കൺട്രോൾസ് ആണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചാർജിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇടതുഭാഗം സ്ലൈഡ് ചെയ്ത് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആ ഫീച്ചറൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ആവുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് പവർ ബട്ടൺ ജസ്റ്റ് ആ സ്ക്രോൾ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മെനു സീരീസിലേക്കാണ് പോകുന്നത്. ഇതിന് അടിയത്തെ പവർ ബട്ടൺ നമുക്ക് സ്പോർട്സ് മോഡ് എന്നുള്ള സ്പെഷ്യൽ ഫീച്ചറിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലുന്നത്. ഓക്കെ, ജസ്റ്റ് സൈഡിലെ ആക്ഷൻ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിം മെനു സ്റ്റൈൽ ഓപ്പൺ ആകുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നിർമ്മാണം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു നോർമൽ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാഗ്ലെസ് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ആ ഒരു സ്മാർട്ട് സ്റ്റൈൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വർക്കിംഗ് തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി പിന്നെ ഐക്കണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഐക്കൺ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് തന്നെ നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സൂം അവൈലബിൾ ആണ്. ഓക്കെ, സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് അവൈലബിൾ ആയ ഒരു മോഡലും കൂടെ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇതുപോലെ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ക്വാളിറ്റിയിൽ നിങ്ങളൊന്നും പേടിക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന നിലയ്ക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നു പേടിക്കണം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ലിസ്റ്റ് മോഡലൊരു മെനു സ്റ്റൈലാണ്. ഓക്കെ, ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊരു 9 ആപ്പ് സ്റ്റൈലാണ്. 9 ആപ്പ് സ്റ്റൈൽ വരുന്ന ഒരു മെനു സ്റ്റൈലാണ്. ഇത് ഡിഫറെൻറ്റ് മോഡൽ റൗണ്ട് കളറിൽ വരുന്ന മറ്റൊരു മെനു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോറി അങ്ങനെയല്ല, ഇങ്ങനെ കറക്കി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഓക്കെ, ദെൻ ഒരു മെനു സ്റ്റൈലും കൂടെ ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് മോഡൽ വേറെ മെനു സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 5 മെനു സ്റ്റൈൽസാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വാച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നോർമലായിട്ട് നല്ലൊരു സ്മൂത്ത് വർക്കിംഗ് വരുന്ന ഒരു കിടില മോഡൽ സ്മാർട്ട് വാച്ചാണ് Z55 അൾട്ര എന്ന ഒരു മോഡലൊക്കെ. ഇതിൽ വരുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നമുക്ക് പരിചയപ്പെടുത്തില്ല. ഫസ്റ്റ് നമുക്ക് ഡയൽ പാഡാണ്. ഡയറക്റ്റ് ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് നമുക്ക് വാച്ചിന് ഡയൽ നമ്പറിൽ അടിച്ച് നമുക്ക് വാച്ചിന് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാം. എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കോൺടാക്റ്റ് ബുക്കാണ്. ആപ്ലിക്കേഷൻ കണക്ട് നമുക്ക് റീസെൻ്റ്ലി ആഡ് ചെയ്യണം. then നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്കിങ് വരുന്നുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ സെൻസർ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. ഇതുപോലെ മിന്നി കത്തി നമുക്ക് സെൻസറിൻ്റെ സഹായത്തിലൂടെ ഹാർട്ട് ബീറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നല്ല വർക്കിംഗ് തന്നെയാണ്. ഫാസ്റ്റായിട്ട് നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ള വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താനുള്ളതാണ് അതിലെ സ്പോട്ടോ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ടോട്ടൽ ഡാറ്റാസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. ടോട്ടൽ സ്റ്റെപ്സ് നമ്മൾ എത്ര ഒരു ദിവസം നടന്നു കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ സ്പോർട്സ് കോട്ട് എന്ന നിലയ്ക്ക് റണ്ണിങ്, വാക്കിങ്, സൈക്ലിങ്, കുറച്ച് ജമ്പിങ് കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഫീച്ചറായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബ്ലൂടൂത്ത് പേർക്കണത്. മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്ത് റണ്ണിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ BP ആണ്, സോറി. അതുപോലെ തന്നെ വെതറാണ്. ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെല്ലുന്നതാണ്. ഓക്കെ, ഇത് മറ്റൊരു സെറ്റാണ്, ചെക്ക് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, നമുക്ക് ലുക്ക് ഫോർ ആണ്, അഥവാ ഫൈൻഡ് ഡിവൈസ് എവിടെ എന്നുള്ള ഫോൺ കണ്ടെത്താനുള്ളതാണ്. സ്റ്റോപ്പ് വാച്ചർ വന്നിട്ടുണ്ട്. PT ക്യാമറ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യണം.
അതുതന്നെ സ്ലീപ്പാണ് എല്ലാ വാച്ചിലും വരുന്ന പോലെ സ്ലീപ്പ് വന്നിട്ട് നോട്ടിഫിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ കണക്ട് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് വാച്ചിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോർമലായിട്ടുള്ള റീഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നിട്ടുണ്ട്. റീസെറ്റ് ഫാക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ പരിചയപ്പെടുത്തിയ മെനു സീൽസ് ആണ്. മെനു സീൽസ് നമുക്ക് 5 മെനു സീൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജിൻ്റെ സ്പെഷ്യൽ QR കോഡ് വന്നിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ. ദെൻ സെറ്റിങ്സ് ആണ്. ഓക്കെ, സെറ്റിങ്സിൽ മെയിനായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം ഈ സിറി കാണുന്നുണ്ട്. സിറി നമുക്ക് ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവുള്ളൂ. സിറി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറിനാണ് സിറി. നമുക്ക് ആപ്പിൾ വാച്ചിലൊക്കെ വരുന്ന പോലത്തെ ഒരു സിറി ഓപ്ഷനാണ്. പിന്നെ അബൌട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൻ്റെ നെയിം കാണാൻ പറ്റും. Z55 അൾട്ര നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വാച്ചിൻ്റെ സീരിയൽ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ മെയിനായിട്ട് വരുന്നത്. പിന്നെ സെറ്റ് ടൈമാണ്. ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് ലൈറ്റ് ടൈമാണ് ഞാൻ 3 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 5 സെക്കൻഡാണ് 30 സെക്കൻഡാണെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാംഗ്വേജാണ് ബാക്ക് ലൈറ്റ് ടൈമാണ് വെച്ചത്. എത്ര വരെ നമുക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെറ്റിങ്സിലാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നോർമലി എല്ലാ സ്മാർട്ട് വാച്ചിലും വരുന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു മോഡൽ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ കയ്യിൽ കെട്ടി കഴിഞ്ഞാലൊക്കെ ഒരു സെയിം ഒരു ആപ്പിൾ വാച്ച് 8 അൾട്ര കയ്യിൽ കെട്ടിയ ഒരു ഫീൽ തന്നെ നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെടാം. നമ്മൾ പ്രീപെയ്ഡ് ആണ് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യാറില്ല. അഥവാ ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം നമ്മൾ കൊറിയറായിട്ട് അയച്ചിരുന്ന രീതിയിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന ഒരു കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ച് നമ്മൾ ക്രിസ്മസ് ടൈമിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വാച്ചിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വാച്ചിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു വീഡിയോ അവസാനിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Z55 അൾട്ര എന്നൊരു കിടിലൻ മോഡൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ച് ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. കേരളത്തിൻ്റെ പുറത്താണ് എക്സ്ട്രാ ഒരു 40 റുപ്പീസ് നമ്മൾ ചാർജ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രൈസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആ ലിങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.